നബിദിനത്തെ സംബന്ധിച്ച് എന്റെ സ്നേഹിതൻ ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചു. ഉസ്താദ് അതിന് തെളിവുകൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം കൂടിയുണ്ട്. റസൂലുള്ള ജീവിച്ചിരിക്കുമ്പം റസൂലുള്ളാന്റെ മത് പാടിയിട്ട് റസൂലുള്ള അവരോട് എന്നെ പുകഴ്ത്തി പറയല്ലേ, എന്നതാക്കല്ലേ, അതൊക്കെ സമൂഹത്തിലൊരു മോശമാണ്, ഞാൻ അങ്ങനെ വലിയ ആളാക്കണത്, അങ്ങനെ വല്ല തെളിവും കാര്യവും ഉണ്ടോ? ഒരിക്കലുമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയതെന്താ? വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയെ, തങ്ങളെക്കാൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ഒറ്റ മനുഷ്യനെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല നബിയെ. തങ്ങളെ അത്ര സുമുഖനായ സുന്ദരനായ ഗുണം ചെയ്യുന്ന ഒരു മനുഷ്യനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നബിയെ. മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ രൂപത്തിൽ തങ്ങൾ ഇച്ഛിച്ചതുപോലെയാണ് അള്ളാഹു തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നബിയേ എന്നൊക്കെ പറഞ്ഞ് ആരംഭ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അതാ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹങ്ങനെ പറയുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ആരംഭ റസൂൽ പറഞ്ഞതെന്താ? ഹസ്സാനെ മിണ്ടാതിരിക്കുക, എന്നെപ്പറ്റി അങ്ങനെയൊന്നും പറയരുത് എന്നല്ല. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ് ഖാല റസൂലുള്ളാഹി. പടച്ചവനെ, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഇനിയും എന്നെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ശക്തി നൽകണേ അല്ലാഹുവേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രസിദ്ധമായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ വചനം നിങ്ങൾക്കറിയില്ലേ? ആരംഭ റസൂലിനെ കുറിച്ച് ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യുഫദ മഖബൂലു ഹൈഫാഉ മുഖ്ബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുസ്തകാ ഖിസറുൻ മിൻഹാ വലാ തൂലു. സുആദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ വർണ്ണിച്ച് അവസാനം ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് ഉപമിച്ചുകൊണ്ട് മദ്ഹ് പറയുകയാണ് കഅബ് ഇബ്നു സുഹൈർ. അവസാനം അദ്ദേഹം അതിന്റെ വരികളിലൂടെ ചൊല്ലുകയാണ്, ഇന്നർ റസൂല ലസൈഫുൻ മുസ്തവാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു.